മൈക്കിൾ ജാക്സന്റെ ജീവിതകഥ പറയുന്ന മൈക്കിൾ എന്ന ബയോപിക് ചിത്രം നിരൂപകരുടെ നെഗറ്റീവ് റിവ്യൂകളെയും നിർമ്മാണ ഘട്ടത്തിലെ പ്രതിസന്ധികളെയും അതിജീവിച്ച് ബോക്സ് ഓഫീസിൽ ചരിത്ര നേട്ടം കുറിക്കുകയാണ്. വടക്കേ അമേരിക്കയിൽ നിന്ന് മാത്രം ആദ്യ വാരത്തിൽ 9.7 കോടി ഡോളർ നേടിയ ചിത്രം ലോകമെമ്പാടുമായി ഇതുവരെ 1812 കോടി രൂപയാണ് വാരിക്കൂട്ടിയത്. ഒരു ബയോപിക്കിന് ലഭിക്കുന്ന എക്കാലത്തെയും വലിയ ഓപ്പണിംഗ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ മൈക്കിൾ ഓപ്പൺഹൈമർ, ബൊഹീമിയൻ റാപ്സഡി തുടങ്ങിയ ചിത്രങ്ങളുടെ ആദ്യ വാരാന്ത്യ കളക്ഷനുകളെ പിന്നിലാക്കി. മൈക്കിളിന്റെ സഹോദരിപുത്രൻ ജാഫർ ജാക്സന്റെ മികച്ച പ്രകടനം സിനിമയുടെ വലിയ കരുത്തായി മാറി. വിമർശകർക്കിടയിൽ സമ്മിശ്ര പ്രതികരണം നേടിയെങ്കിലും ആരാധകർ ചിത്രത്തിന് വൻ വരവേൽപ്പാണ് നൽകിയത്. റോട്ടൻ ടൊമാറ്റോസിൽ നിരൂപകർ 38% സ്കോർ നൽകിയപ്പോൾ 97% സ്കോറോടെ പ്രേക്ഷകർ സിനിമയെ നെഞ്ചിലേറ്റി. മൈക്കിളിന്റെ ജീവിതത്തിലെ വിവാദങ്ങളെ സിനിമ ലഘൂകരിക്കുന്നു എന്ന വിമർശനം ഉയർന്നിരുന്നു. മകൾ പാരീസ് ജാക്സൺ ചിത്രത്തെ സാങ്കല്പിക ലോകം എന്നാണ് വിശേഷിപ്പിച്ചത്. നിർമ്മാണ വേളയിലുണ്ടായ നിയമപരമായ തടസ്സങ്ങൾ കാരണം ഏകദേശം 50 ദശലക്ഷം ഡോളർ അധികം ചിലവാക്കിയാണ് സിനിമയുടെ വലിയൊരു ഭാഗം റീഷൂട്ട് ചെയ്യേണ്ടി വന്നത്. ആദ്യ ഭാഗം വലിയ വിജയമായതോടെ രണ്ടാം ഭാഗത്തിനായുള്ള ഒരുക്കങ്ങൾ അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ഇത് സംവിധായകൻ ആൻഡോഷൻ ഫ്യൂക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു ബയോപിക്കിന് ലഭിക്കുന്ന എക്കാലത്തെയും വലിയ ഓപ്പണിംഗ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ മൈക്കിൾ ഓപ്പൺഹൈമർ, ബൊഹീമിയൻ റാപ്സഡീസ് തുടങ്ങിയ ചിത്രങ്ങളുടെ ആദ്യ വാരാന്ത്യ കളക്ഷനുകളെ ബഹുദൂരം പിന്നിലാക്കിയിരിക്കുകയാണ്. മൈക്കിളിന്റെ സഹോദരിപുത്രൻ ജാഫർ ജാക്സന്റെ മികച്ച പ്രകടനം സിനിമയുടെ ഒരു വലിയ കരുത്തായി മാറി. സിനിമയുടെ റിലീസിന് പിന്നാലെ വലിയ ചർച്ചകൾക്കാണ് ഹോളിവുഡ് സാക്ഷ്യം വഹിച്ചത്. മൈക്കിൾ ജാക്സന്റെ ജീവിതത്തിലെ വിവാദങ്ങളെ സിനിമ എത്രത്തോളം സത്യസന്ധമായി സമീപിച്ചു എന്നായിരുന്നു പ്രധാന തർക്ക വിഷയം. ജാക്സന്റെ ജീവിതത്തിലെ വിടാതെ പിന്തുടരുന്ന കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമ ആരോപണങ്ങളെ സിനിമ ലഘൂകരിച്ച് കാണിക്കുന്നു എന്നതായിരുന്നു വിമർശകരുടെ പ്രധാന ആരോപണം. ഇക്കാരണത്താൽ തന്നെ റോട്ടൻ ടൊമാറ്റോസിൽ നിരൂപകർ വെറും 38% സ്കോർ മാത്രമാണ് ചിത്രത്തിന് നൽകിയത്. ജാക്സന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ സിനിമയ്ക്കെതിരെ സ്വരങ്ങൾ ഉയർന്നിരുന്നു. സഹോദരി ജാനറ്റ് ജാക്സൺ ചിത്രവുമായി സഹകരിച്ചില്ലെന്ന് മാത്രമല്ല, സിനിമയിൽ അവരെക്കുറിച്ച് ഒരു പരാമർശവുമില്ല. മൈക്കിളിന്റെ മകൾ പാരീസ് ജാക്സൺ സിനിമയെ ഒരു സാങ്കല്പിക ലോകം അഥവാ ഫാന്റസി വേൾഡ് എന്നാണ് വിശേഷിപ്പിച്ചത്. നിരൂപകർ സിനിമയെ എഴുതി തള്ളിയെങ്കിലും ആരാധകർ നൽകിയത് റെക്കോർഡ് പിന്തുണയാണ്. റോട്ടൻ ടൊമാറ്റോസിൽ 97% സ്കോറോടെ പ്രേക്ഷകർ ഈ സിനിമ ഏറ്റെടുത്തു കഴിഞ്ഞു. വിവാദങ്ങൾക്കപ്പുറം മൈക്കിൾ എന്ന കലാകാരന്റെ കഠിനാധ്വാനവും നേട്ടങ്ങളും സിനിമയിൽ കൃത്യമായി അടയാളപ്പെടുത്തിയത് ആരാധകരെ തൃപ്തിപ്പെടുത്തി. 2005 ക്രിമിനൽ വിചാരണയിൽ അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ട കാര്യവും ജാക്സൺ എസ്റ്റേറ്റ് ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചതും സിനിമയുടെ പശ്ചാത്തലത്തിൽ ചർച്ചയാകുന്നുണ്ട്. വിവാദങ്ങളെക്കാൾ മൈക്കിളിന്റെ സംഗീത യാത്രയ്ക്കാണ് സിനിമ പ്രാധാന്യം നൽകിയത്. ഏകദേശം 200 ദശലക്ഷം ഡോളർ നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്ന മൈക്കിൾ എന്ന ചിത്രം വെള്ളിത്തിരയിൽ എത്തിയത് വലിയ നിയമ പോരാട്ടങ്ങൾക്കും സാങ്കേതിക പ്രതിസന്ധികൾക്കും ഒടുവിലാണ്. സിനിമയുടെ ആദ്യ തിരക്കഥയിൽ 1994 ജോർദാൻ ചാൻസലറുടെ വിവാദപരമായ ആരോപണങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ കേസ് ഒത്തുതീർപ്പാക്കിയപ്പോൾ ഉണ്ടായ നിയമപരമായ കരാറുകൾ പ്രകാരം ചാൻസലറെ കുറിച്ച് പരാമർശിക്കാൻ ജാക്സന്റെ കുടുംബത്തിന് അനുവാദമില്ലായിരുന്നു. ഇത് വലിയൊരു നിയമപ്രശ്നമായി മാറിയതോടെ സിനിമയുടെ ഒരു ഭാഗം തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു. തിരക്കഥയിൽ മാറ്റം വരുത്തിയതോടെ സിനിമയുടെ വലിയൊരു ഭാഗം വീണ്ടും ചിത്രീകരിക്കേണ്ടി വന്നു. ഇതിനായി മാത്രം 50 ദശലക്ഷം ഡോളറോളം അധികമായി ചിലവഴിച്ചു. വിവാദങ്ങൾ തുടങ്ങുന്നതിന് മുൻപുള്ള 1988 സിനിമ അവസാനിക്കുന്ന തരത്തിലാണ് സംവിധായകൻ ആന്റോയിൻ ഫ്യൂക്കയും ജോൺ ലോഗനും ചേർന്ന് തിരക്കഥ പിന്നീട് പരിഷ്കരിച്ചത്. നിർമ്മാണ ചെലവ് കുതിച്ചുയർന്നതോടെ സാമ്പത്തിക റിസ്ക് കുറയ്ക്കുന്നതിനായി ലയൺ ഗേറ്റ് മോഷൻ പിക്ചർ സിനിമയുടെ രാജ്യാന്തര വിതരണാവകാശം യൂണിവേഴ്സലിന് മറച്ചുവിട്ടു. ആദ്യ ഭാഗം ബോക്സ് ഓഫീസിൽ വൻ വിജയമായതോടെ സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഒരുങ്ങുന്നതായി ഔദ്യോഗിക സ്ഥിരീകരണവും വന്നിട്ടുണ്ട്. രണ്ടാം ഭാഗം സംവിധാനം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ആന്റോയിൻ ഫ്യൂക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. തുടർന്ന് ഒരു മൂന്നാം ഭാഗത്തിനുള്ള സാധ്യതകളും നിർമ്മാതാക്കൾ തള്ളിക്കളയുന്നില്ല. നിരൂപകരുടെ ഭാഗത്തു നിന്ന് സമ്മിശ്ര പ്രതികരണങ്ങളും നിർണായക ഘട്ടത്തിൽ അപ്രതീക്ഷിതമായ വെല്ലുവിളികളും നേരിടേണ്ടി വന്നെങ്കിലും മൈക്കിൾ ജാക്സൺ എന്ന വിസ്മയം ലോകത്തിന്റെ മനസ്സിൽ ഇന്നും എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ ചിത്രത്തിന്റെ വൻ വിജയം. വിവാദങ്ങളെക്കാൾ മൈക്കിളിന്റെ സംഗീത യാത്രയ്ക്കും അദ്ദേഹത്തിന്റെ അത്യുജ്വലമായ പ്രകടനങ്ങൾക്കുമാണ് പ്രേക്ഷകർ പ്രാധാന്യം നൽകുന്നതെന്ന് ബോക്സ് ഓഫീസ് കണക്കുകൾ അടിവരയിടുന്നു. റോട്ടൻ ടൊമാറ്റോയിൽ ലഭിച്ച 97% ഓഡിയൻസ് സ്കോർ ജനങ്ങൾ ഈ ചിത്രത്തെ എങ്ങനെ സ്വീകരിച്ചു എന്നതിന്റെ കൃത്യമായ സൂചനയാണ്. ഓപ്പൺഹൈമറിനെയും ബൊഹീമിയൻ റാപ്സഡിയെയും പിന്നിലാക്കി റെക്കോർഡ് ഓപ്പണിംഗ് നേടിയതോടെ ലോക സിനിമയിലെ ഏറ്റവും ലാഭകരമായ ബയോപിക് ചിത്രങ്ങളിൽ ഒന്നായി മൈക്കിൾ മാറിക്കഴിഞ്ഞു. ഹോളിവുഡ് ബയോപിക്കുകൾക്ക് ഇനി ഈ ചിത്രം ഒരു പുതിയ മാനദണ്ഡമായിരിക്കും. ആദ്യ ഭാഗം 1988 അവസാനിക്കുന്നതിനാൽ മൈക്കിളിന്റെ ജീവിതത്തിലെ പിൻകാലത്തെ സുപ്രധാന സംഭവങ്ങൾ കാണാനായി ആരാധകർ കാത്തിരിക്കുകയാണ്. രണ്ടാം ഭാഗം അണിയറയിൽ ഒരുങ്ങുന്നു എന്ന വാർത്ത സിനിമയുടെ ആവേശത്തെ ഇരട്ടിയാക്കിയിട്ടുണ്ട്. പരീക്ഷണങ്ങളും പ്രതിസന്ധികളും അതിജീവിച്ച് മൈക്കിൾ ഒരു ക്ലാസിക് ഹിറ്റായി മാറിയിരിക്കുകയാണ്. പോപ്പ് രാജാവിനോടുള്ള ആദരവെന്ന നിലയിൽ ഈ ചിത്രം വരും വർഷങ്ങളിലും ചർച്ച ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണ്.